Shall we start our class? തുടങ്ങാം മക്കളെ. എല്ലാരും വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആരാ പറയാ? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന്? റിച്ചാർഡ് എന്തോ പറയുന്നുണ്ട്. റിച്ചാർഡിനെ അൺമ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് പഠിച്ചത്. പിന്നെ എന്ത് പഠിച്ചു? മൈ ബേബി ബ്രദർ. മൈ ബേബി ബ്രദർ എന്ന ലെസണില് എന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചു. പിന്നെ പിക്ചർ കണ്ടിട്ട് നമ്മൾ നെയിം എഴുതി, ടോയ്സിന്റെ നെയിം എഴുതി. പിന്നെ എന്ത് എഴുതി? റൈറ്റ് ദ നെയിംസ് ഓഫ് ദിസ് പിക്ചേഴ്സ്, ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിലെ വേർഡ്സ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് പിക്ചറിന് എഴുതി കൊടുത്തു അല്ലേ? അതൊന്നുകൂടി പറയാന്ന് മിസ് പറഞ്ഞിട്ടില്ലേ? അത് ലാസ്റ്റ് ക്ലാസ് കഴിയാനാവുമ്പോഴായിരുന്നു എടുത്തത് അല്ലേ? ആണോ മക്കളെ? ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. പേജ് നമ്പർ 13. എത്ര പേർക്ക് ഇനി ടെക്സ്റ്റ് ബുക്ക് ഇല്ല? എത്ര പേർക്ക് ഇനി ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത്? ആർക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത്? അയാൻ വിജേഷിന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ മോനെ? നൈല ഷാക്കിറ, നിങ്ങൾക്ക് രണ്ടാൾക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല? അമ്മേനോട് അച്ഛനോട് പറയണം കേട്ടോ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന്. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പാരന്റ്സ് ശ്രദ്ധിക്കണേ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുണ്ട്, കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ട് വാങ്ങാം. Are you ready? Are you ready? Okay. Write the names of the pictures. Choose words from the box. Write the names of the pictures. Choose words from the box. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ എല്ലാവരും? ഇത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണോ? കംപ്ലീറ്റ് ചെയ്യാത്തവർക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. പിന്നെ അന്ന് പറഞ്ഞത് കുറച്ച് സ്പീഡായി പോയില്ലേ? ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ എല്ലാവരും? ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അവ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണോ കറക്റ്റ് വേർഡ് എന്ന് വെച്ചാല് അതെടുത്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ ഇത് ആരുടെ പിക്ചർ ആണ്? ഷീ ഈസ് എ ടീച്ചർ. ഇത് ആരാണ്? ടീച്ചർ അല്ലേ? ടീച്ചർ. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതണേ. ടീച്ചർ, ടീച്ചർ. ടീച്ചറിന്റെ സ്പെല്ലിംഗ് എന്താ? TEACHER. ടീച്ചർ. ഒന്നും കൂടി പറഞ്ഞു നോക്കണേ മിസ്സിന്റെ കൂടെ. എന്താ ടീച്ചറിന്റെ സ്പെല്ലിംഗ്? TEACHER. ടീച്ചർ. Second one. It's a boy. Sorry. Second one, car. Second one, car. 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 First one, teacher. 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 Second one, car. 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 Third one എന്താ? Third one, boy. Third one നോക്ക. Boy. What is the spelling of boy? BOY. 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 എഴുതിയവരെ ഓൾറെഡി എഴുതിയവരാണെങ്കിൽ പഠിക്കണം ഇപ്പൊ തന്നെ സ്പെല്ലിങ്. ബോയ്. BOY. ബോയ്. ആൺകുട്ടി. ഫസ്റ്റ് വൺ ടീച്ചർ, സെക്കൻഡ് വൺ കാർ, തേർഡ് വൺ
boy, boy. And fourth one, ഇതാരാണ്? ഭക്ഷണം പാചകം ചെയ്യുന്ന ആള് നമ്മൾ എന്താ പറയാ? cook, cook. C-O-O-K, cook. C-O-O-K, cook, cook. C-O-O-K, Hadi, cook. പറഞ്ഞ മോളെ, cook. ഉറങ്ങിപ്പോലെ. Fifth one, ഇതെന്താ? cow. What is this? This is a cow. C-O-W, cow. C-O-W, cow. First one teacher, second one car, third one boy, fourth one cook, and fifth one cow. Last one and the zoo. Zoo. Z-O-O, zoo. Z-O-O, zoo. Okay, all of you finished? കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ തമ്പ് തന്നെ. എഴുതി കഴിഞ്ഞവർ തമ്പ് തന്നെ. സ്പെല്ലിംഗ് പഠിച്ചവർ തമ്പ് തന്നെ. സ്പെല്ലിംഗ് പഠിച്ചവർ, വേർഡ്സിന്റെ സ്പെല്ലിംഗ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് പഠിച്ചിനോ ഇല്ലയോ എന്ന്. അല്ലേ? പഠിച്ചിട്ടുണ്ട്, നല്ല മക്കളാണ്. Okay, then take the next page. Page number 14. Page number 14. Page number 14. Okay. അവിടെ കൊടുത്തിരിക്കുന്നത് മിസ് വായിക്കാം, ശ്രദ്ധിക്കണേ. മിസ്സിനെ തന്നെ ശ്രദ്ധിക്കണേ. Sometimes people tell us what to do. Sometimes people tell us what to do. People എന്ന് പറഞ്ഞാൽ എന്താണോ? People. People. What do you mean by people? People എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? ഫാത്തിമത്ത് ജുമാന നേരെ ഇരിക്കണേ മോളെ, കൈ കെട്ടിയിരുന്നേ. People. ആർക്കാ പറയാൻ പറ്റാ? ജനങ്ങളാണല്ലേ റിച്ചാർഡ്, അല്ലെങ്കിൽ ആൾക്കാരാണ്. ഓക്കെ. സംടൈംസ് പീപ്പിൾ ടെൽ us what to do. ടെൽ എന്ന് വെച്ചാൽ എന്താ? പറയുക ആണല്ലേ. ടെൽ us എന്ന് വെച്ചാൽ എന്താ? ടെൽ എന്ന് പറഞ്ഞാൽ എന്താ? പറയുക. ഓക്കെ. സംടൈംസ് പീപ്പിൾ ടെൽ us what to do. സംടൈംസ്, ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളില് ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളോട് പറയും എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറയും. സംടൈംസ് പീപ്പിൾ ടെൽ us what to do. ചില സമയങ്ങളില് ആൾക്കാർ നമ്മളോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട്, അല്ലേ? എക്സാമ്പിൾ പറയുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാവും. They lay down rules for us to play. Sorry, they lay down rules for us to follow. They lay down rules for us to follow. അവര് പറയുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാവും? ചില റൂൾസ് ഉണ്ടാകും, അല്ലെ? റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങളാണ്, അല്ലെ? അവര് പറയുന്നതിൽ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ടാകും. ചില സമയങ്ങളില് മറ്റുള്ളവർ നമ്മളോട് ഇന്നത് ചെയ്യും എന്ന് പറയാറുണ്ട്. അതിൽ എന്തുണ്ടാവും? ചില നിയമങ്ങൾ ഉണ്ടാകും. ഓക്കെ, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ മറ്റുള്ളവർ ചില സമയത്ത് പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ? കമാൻഡ്സ് എന്നാണ് പറയാ. കമാൻഡ്സ് കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? കമാൻഡ്സ്. COMMANDS, കമാൻഡ്സ്. ഇപ്പൊ മിസ് വായിച്ച സെന്റൻസ് ഇല്ലേ പേജ് നമ്പർ 14 ഫസ്റ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് എന്റെ മക്കളെ. Sometimes people tell us what to do. They lay down rules for us to follow. These are called commands. ചില സമയം ടീച്ചർ പറയാറുണ്ട്, അല്ലെ? എക്സാം എഴുതുന്ന സമയത്ത് ടീച്ചർ എന്താ പറയാ?
ക്ലോസ് യുവർ ബുക്ക്. ക്ലോസ് യുവർ ബുക്ക്. നിങ്ങളുടെ ബുക്ക് അടച്ചു വെക്കാൻ വേണ്ടി പറയും. ചില സമയത്ത് എന്ത് പറയും? ക്ലോസ് ദ വിൻഡോ. ജനൽ അടയ്ക്കാൻ പറയും. ക്ലോസ് ദ ഡോർ. വാതിലടയ്ക്കെന്ന് പറയും. പിന്നെയോ ചില കമാൻഡ്സ് പറഞ്ഞേ. പിന്നെന്തൊക്കെ പറയാറുണ്ട് ടീച്ചർ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എഴുതുന്ന സമയത്ത് ടീച്ചർ പറയാറില്ലേ മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ഒന്ന് ഫാസ്റ്റ് ആക്കെന്ന് പറയാറില്ലേ? ഇതൊക്കെ എന്താണ്? കമാൻഡ്സ് ആണ്. മനസ്സിലായോ? കമാൻഡ്സിനെ കുറിച്ചാണ് മിസ് പറയുന്നത്. ചില സമയത്തുള്ള മറ്റുള്ളവർ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയും. അതിൽ എന്തുണ്ടാകും? റൂൾസ്, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ടാകും അല്ലെ? ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ അത് പാലിച്ചല്ലേ പറ്റൂ. ടീച്ചർ പറയുന്ന സമയത്ത് നിങ്ങൾ അനുസരിക്കില്ലേ? ഓക്കെ, അങ്ങനെ പറയുന്നതിന് നമ്മൾ എന്താ പറയാ? കമാൻഡ്സ് എന്നാണ് പറയാ. കമാൻഡ്സ്. കമാൻഡ്സിന്റെ മലയാളം എന്താണെന്നറിയോ? ആജ്ഞ. ആജ്ഞാപിക്കുക എന്ന് പറയാ, കൽപ്പിക്കുക എന്ന് പറയും. എന്റെ മക്കൾക്ക് അറിയില്ല, അത്ര വലിയ വേർഡ്സ് ഒന്നും അറിയില്ല. ആജ്ഞാപിക്കുക എന്ന് പറയാ. ആജ്ഞ അല്ലെങ്കിൽ കൽപ്പന എന്നാണ് പറയാ മലയാളത്തില്. ഓക്കെ, പിന്നെന്തൊക്കെയാ? ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ. പ്ലീസ് ബി ക്വയറ്റ് അല്ലെ? ബി ക്വയറ്റ് എന്ന് പറയാറില്ലേ നമ്മള്? ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാ പറയാ അല്ലെ? ബി ക്വയറ്റ്. ബി ക്വയറ്റ് എന്ന് ക്ലാസ്സിൽ വരുമ്പോ ടീച്ചർ പറയാറില്ലേ? ബി ക്വയറ്റ്. മിണ്ടാതിരിക്കാൻ. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമായി. ശാന്തം എന്നാ മീനിങ്. ബി ക്വയറ്റ്, ശാന്തരായിരിക്കുക. ഓക്കെ, പിന്നെന്താ? ക്ലീൻ യുവർ റൂം. പാരന്റ്സ് എന്ത് പറയാറുണ്ട്? ക്ലീൻ യുവർ റൂം. ആദ്യത്തെ അനുഭവം എന്താ മുത്ത കളിക്കുന്നത്? കൈ കെട്ടിയിരുന്നേ. ക്ലീൻ യുവർ റൂം എന്ന് പറയാറുണ്ട് പാരന്റ്സ് അല്ലെ? അതൊക്കെ എന്താണ്? കമാൻഡ്സ് ആണ്. പിന്നെ ചില വർക്ക് കണ്ടിട്ട് ടീച്ചേഴ്സ് എന്ത് പറയും? കംപ്ലീറ്റ് ദീസ് ബൈ ടുമോറോ എന്ന് പറയാറുണ്ട് അല്ലെ? കംപ്ലീറ്റ് ദീസ് ബൈ ടുമോറോ. നാളത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. അതൊക്കെ എന്താണ്? കമാൻഡ് ആണ് അല്ലെ? ടീച്ചർ നമ്മളോട് പറയുന്ന കമാൻഡ് ആണ്. നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്? ആ നിയമം അതേപോലെ, ആ റൂൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് പറയുന്ന കമാൻഡ് അതുപോലെ അനുസരിക്കാറുണ്ട്. നല്ല മക്കള് അല്ലേ? ഓക്കെ ദെൻ, കമാൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ ദെൻ, ഇവിടെ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ബുക്ക് നോക്കാം, പേജ് നമ്പർ 14 നോക്കാം. കം ഹിയർ. കം ഹിയർ പറയാറില്ലേ? ടീച്ചർ പറയാറില്ലേ? ഫ്രണ്ടിൽ ഇരിക്കുന്ന ടീച്ചർ പുറകിലിരിക്കുന്ന കുട്ടിയോട് കം ഹിയർ എന്ന് പറയാറില്ലേ? എവിടെ ഇരുന്നാലും ടീച്ചർ ഇങ്ങോട്ട് വരും എന്നുള്ള മീനിങ്ങിൽ എന്ത് പറയും? കം ഹിയർ എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്? കമാൻഡ് ആണ്. നെക്സ്റ്റ് വൺ, ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ. ഡോർ ക്ലോസ് ചെയ്യാൻ. ഷട്ട് ദ ഡോർ. ഓക്കെ, ഫസ്റ്റ് വൺ കം ഹിയർ. നെക്സ്റ്റ് വൺ ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ. നമ്മളോട് ആരോ ആജ്ഞാപിക്കുകയാണ് അല്ലെ? അത് ചെയ്യൂ. ഓക്കെ ദെൻ, some commands tell you not to do something. നമ്മളോട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ല കമാൻഡ് ചെയ്യുക. എല്ലാവരും ഒരു കാര്യം ചെയ്യണ്ടെന്നും കമാൻഡ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാ നോക്കുക? don't make a noise. don't make a noise. നിങ്ങൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത് അല്ലെ? നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. don't make noise. എന്താ ഫാത്തിമത്ത് ജുമാന? are you listening? Don't talk with others. Okay? ക്ലാസ് എടുക്കുമ്പോ മറ്റുള്ളവരോട് സംസാരിക്കരുതേ. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ചില കമാൻഡ്സ് നമ്മളോട് ഒരു കാര്യം ചെയ്യണ്ട എന്നും പറയാറുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? Don't make a noise. Don't make a noise. നോയ്സ് എന്ന് വെച്ചാൽ എന്താ? സൗണ്ട് ആണ് അല്ലെ? സൗണ്ട് ഉണ്ടാക്കരുത്. Don't make noise. Second one, don't cry. Don't cry. കരയരുത് അല്ലെ? കരയാൻ പാടില്ല. Don't cry. ഓക്കെ, അപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് മറ്റുള്ളവരെ കമാൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും കമാൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, കം ഹിയർ, ഷട്ട് ദ ഡോർ, don't make a noise,
Don't cry. മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? Okay then. അപ്പൊ കമാൻഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ടീച്ചേഴ്സ് പൊതുവെ എല്ലാം കമാൻഡ് ചെയ്യാറാണ് അല്ലേ? അല്ല പാരന്റ്സ് ആയാലും നിങ്ങളോട് കമാൻഡ് ചെയ്യും. മനസ്സിലായവരല്ലേ എല്ലാവരും? മനസ്സിലായെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുള്ള കമാൻഡ് എന്താന്ന് മാത്രമാണ് ഇന്ന് പഠിച്ചത്. Sometimes people tell us what to do. They lay down rules for us to follow. ആ കമാൻഡിൽ എന്തുണ്ടാവും? നമ്മൾ പാലിക്കേണ്ട ചില റൂൾസ് ഉണ്ട് അല്ലേ? These are called commands. Come here, for example, come here, shut the door, don't make a noise, don't cry. നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എങ്ങനെയാണെന്ന് അറിയോ നിങ്ങളോട്? കമാൻഡ്സിന് 2 എക്സാമ്പിൾ പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയില്ലേ? പറയില്ലേ? Give 2 examples for commands എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്നോട് 2 എക്സാമ്പിൾ പറഞ്ഞു തരില്ലേ? മനസ്സിലായവരല്ലേ എല്ലാവരും? Okay. Listen to the commands that your teacher reads out and number the pictures that illustrate them. Question ഇവിടെ നോക്കണ്ട. ആ പിക്ചർ കാണുമ്പോൾ ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമാൻഡ് ചെയ്യാൻ വേണ്ടി തോന്നില്ലേ? ഷഹ്ബറ, ആർ യു ലിസണിങ്? എന്തിനാ മോള് കിടക്കുന്നത്? Okay. Listen to the commands that your teacher reads out and number the pictures that illustrate them. നിങ്ങൾ 4th പിക്ചർ നോക്കിയേ, 4ാമത്തെ പിക്ചർ നോക്കിയേ. 4ാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? എന്താ 4ാമത്തെ പിക്ചറിൽ കാണുന്നത്? ആ പിക്ചർ കാണുമ്പോ എങ്ങനെ നമ്മൾ കമാൻഡ് ചെയ്യാ മറ്റുള്ളവരോട്? എങ്ങനെ കമാൻഡ് ചെയ്യാ? ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് അല്ലേ? ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പിക്ചർ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? 4th one കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ മറ്റുള്ളവരോട് കമാൻഡ് ചെയ്യാ? എങ്ങനെ കമാൻഡ് ചെയ്യാ? ഒന്ന് പറഞ്ഞേ. മുഹമ്മദ് ആബിസിന് പറയാൻ പറ്റുമോ? യെസ്, മിസ് അൺമ്യൂട്ട് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ് മുത്തേ. പറഞ്ഞോ. Don't waste water. Very good. Don't waste water. അല്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ കമാൻഡ് ചെയ്യേണ്ടത്? Don't waste water. വെള്ളം കളയാൻ പാടുണ്ടോ? വാട്ടർ കളയാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്താ നമ്മൾ എഴുതുക? എന്താ കമാൻഡ് ചെയ്യാ? Don't waste water. ജലം പാഴാക്കരുത് അല്ലേ? വെള്ളം കളയാൻ പാടില്ല. Don't waste water. Don't waste water. നിങ്ങൾ അവിടെ 1 നമ്പർ കൊടുത്തോ. അതല്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? അതുകൊണ്ട് അവിടെ 1 നമ്പർ കൊടുത്തോ. Okay, next. First picture നോക്കിയേ. First picture കാണുമ്പോൾ എങ്ങനെ നിങ്ങൾ കമാൻഡ് ചെയ്യാ? ഫസ്റ്റ് പിക്ചർ കണ്ടോ? ഫസ്റ്റ് പിക്ചർ. അതിന് എന്ത് കമാൻഡാ മറ്റുള്ളവർക്ക് കൊടുക്കുക ആ പിക്ചർ വെച്ചിട്ട്? Who can say the answer? ആരാ പറയാ ആൻസർ? ഹദി കുട്ടി പറയുവോ? ഓക്കെ, മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാലോ. Don't pluck
The flower. Very good. Don't pluck the flowers. പൂക്കള് പറിക്കാൻ പാടില്ല അല്ലേ? അവിടെ എത്ര നമ്പർ കൊടുക്ക? 2 നമ്പർ കൊടുത്തോ? 2 നമ്പർ അവിടെ കൊടുത്തോ? എന്ത് കമാൻഡ് അവിടെ? പൂക്കൾ ഉണ്ടല്ലേ നിറയെ? പൂക്കളെ പറിക്കരുത് എന്ന് പറയണ്ടേ മറ്റുള്ളവരോട്? കമാൻഡ് ചെയ്യണ്ടേ? Don't pluck the flowers. Don't pluck the flowers. അപ്പൊ വെള്ളം പോകുന്ന നമ്മൾ എന്ത് പറയാ? Don't waste water. Don't waste water. First one, don't pluck the flowers. Don't pluck the flowers. Okay, next. Then third one. Third picture in the third picture. Third or second one in the. കാണുന്നുണ്ടോ? പറഞ്ഞേ. എന്ത് പിക്ചർ നമുക്ക് എന്ത് കമാൻഡാ കൊടുക്കാൻ പറ്റുക? ഏത് പിക്ചർ? ഇത് ടേൺ ഓഫ് ടിവി അല്ലേ? ഇതെന്താണ്? ടേൺ ഓഫ് ഹരിയന മിസ് ഒന്ന് മ്യൂട്ട് ആക്കുവോ? യെസ് യെസ് യെസ്. ഓക്കെ. എന്താണ്? ഒരു ആനിമലിന്റെ പിക്ചർ കണ്ടോ അവിടെ? ആനിമലിന്റെ പിക്ചർ കണ്ടോ? അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്താ കമാൻഡ് ചെയ്യാൻ പറ്റുക? എങ്ങനെ കമാൻഡ് ചെയ്യാ? Don't tease animals. Don't tease animals. Don't tease animals എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? നമ്മൾ ആനിമൽസിനെ ശല്യം ചെയ്യാൻ പാടില്ല അല്ലേ? അല്ലേ? അല്ലെ വിഷമിപ്പിക്കാൻ പാടില്ല. Don't tease animals. നമ്മൾ ആനിമൽസിനെ ശല്യപ്പെടുത്താൻ പാടില്ല. Don't tease animals. അല്ല നമ്മൾ ആനിമൽസിനെ സങ്കടപ്പെടുത്താൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. Don't tease animals. അവിടെ 3 നമ്പർ കൊടുത്തോ? Don't tease animals. Don't tease animals. First one, don't waste water. Second one, don't pluck the flowers. Third one, don't tease animals. Don't tease animals. And last one, ഇനി ഏത് പറയാത്തത്? അവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ പിക്ചർ കണ്ടോ എല്ലാവരും? കണ്ടോ? കമ്പ്യൂട്ടറിന്റെ പിക്ചർ കണ്ടോ ഇവിടെ? എങ്ങനെ കമാൻഡ് ചെയ്യും നമ്മൾ ആ പിക്ചർ കാണുമ്പോ? എങ്ങനെ കമാൻഡ് ചെയ്യാ? ഒരു കമാൻഡ് പറഞ്ഞേ ആ പിക്ചർ കണ്ടിട്ട്. Shut down the computer. 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 4 നമ്പർ കൊടുക്കുക. നമ്പർ ചെയ്യാ, 4 നമ്പർ ചെയ്യാ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? Don't waste water. Second one, don't pluck the flowers. Third one, don't tease animals. And last one പറഞ്ഞത് shut down the computer. Shut down the computer. Shut down the computer. Okay, finished? All of you finished? മനസ്സിലായല്ലോ കമാൻഡ് എന്താണെന്ന്? മനസ്സിലായില്ലേ? Okay, then next, let us speak. Let us speak. കണ്ടോ? Next section നോക്കുക. Let us speak. We say, അവിടെ നോക്കുക. കണ്ടോ എല്ലാവരും? Let us speak കണ്ടോ? കണ്ടോ ഇവിടെ? ഇത് എളുപ്പമുള്ള കാര്യമാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ കമാൻഡ്സ് പഠിച്ചത് എളുപ്പല്ലേ? അല്ലേ? ഓക്കെ, നോക്കുക. We say happy birthday to our friends on their birthdays. നമ്മൾ എപ്പോ ഹാപ്പി ബർത്ത്ഡേ പാടുക? ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് എപ്പോഴാ?
ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് ആയിരിക്കും അല്ലെ? അല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയാറില്ലേ? ഇല്ലേ ഫുന? ഹാപ്പി ബർത്ത്ഡേ പറയാറില്ലേ? ആ അപ്പൊ ഇവിടെ പറയാന് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് എപ്പോഴാണെന്ന് പറയുന്നത് we say happy birthday to our friends on their birthdays. അവരുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ അവരോട് എന്ത് പറയാ? നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഫ്രണ്ട്സിനോട് എന്ത് പറയാ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ അതറിയാലോ എല്ലാവർക്കും. എപ്പോഴാ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് ഫ്രണ്ട്സിനോട്? അവരുടെ ബർത്ത്ഡേക്ക് ആയിരിക്കും. അല്ലാതെ എല്ലാ ദിവസവും കാണുമ്പോ പറയാ ഹാപ്പി ബർത്ത്ഡേ ഇല്ലല്ലോ. ഇല്ല, അവര് ബർത്ത്ഡേക്ക് മാത്രമേ പറയാറുള്ളൂ അല്ലെ? ബർത്ത്ഡേ പറഞ്ഞാൽ എന്താ? ജനിച്ച ദിവസമാണ് അല്ലേ? ഓക്കെ, we say happy birthday to our friends on their birthdays. അതറിയാലോ എല്ലാവർക്കും. we say, എന്റെ കൂട്ടത്തിൽ പറയാ, we say happy birthday സൽമാൻ, happy birthday to our friends. To our friends, our എന്ന് വെച്ചാൽ എന്താ? our, നമ്മുടെ. to our friends on their birthdays. on their birthdays. ഒന്നും കൂടി പറഞ്ഞു നോക്കണേ. we say happy birthday to our friends on their birthdays. we say happy birthday to our friends on their birthdays. അറിയാലോ? എന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക. we say happy birthday to our friends on their birthdays. ഇപ്പൊ തന്നെ പഠിക്കാം. ഞാൻ ഇപ്പൊ ചോദിക്കും, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും, വേഗം പഠിക്കണേ. we say happy birthday to our friends on their birthdays. പഠിച്ചോ? പറഞ്ഞു നോക്കി എന്റെ കൂടെ. we say happy birthday to our friends. എനിക്ക് ഇവിടെ കേൾക്കാം ആയുഷേ, സൗണ്ട് തന്നെ പറഞ്ഞു. to our friends on their birthdays. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? നോക്കിയേ. we say thank you to people for helping us and giving us gift. ഒന്നുകൂടി മിസ്സസ് മെല്ലെ പറയാം. we say, നമ്മൾ പറയും എന്ത്? thank you പറഞ്ഞാൽ എന്താ? നന്ദിയാണ് അല്ലെ? thank you ആരോട്? to people, മറ്റുള്ളവരോട് അല്ലെ? to people എന്തിനു വേണ്ടി? for helping us, നമ്മളെ സഹായിച്ചതിന് അല്ലെ? to helping us and giving us gifts. നമ്മളെ സഹായിച്ചതിനും നമ്മളെ സഹായിക്കുന്നതിനും പിന്നെന്താ? നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഹാപ്പി ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ചോക്ലേറ്റ്സ് തന്നു, നിങ്ങൾ എന്താ പറയാ? യു ഷുഡ് സേ താങ്ക് യു അല്ലേ? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ, ഗിഫ്റ്റ് തന്നാൽ നമ്മൾ എന്താ പറയാ? താങ്ക് യു അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാല് നമ്മൾ പറയണം താങ്ക് യു. പുറത്തുനിന്ന് ആരും ഒന്നും തന്നാൽ വാങ്ങരുതേ. നമ്മൾക്കറിയാത്ത ആരും ഒന്നും തന്നാ വാങ്ങരുത്. ഓക്കെ, സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മിഠായി തന്നാൽ, അവരുടെ പിറന്നാളിന് മിഠായി തന്നാലോ, ടീച്ചർ ഗിഫ്റ്റ് തന്നാലോ, അല്ലെ നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ കസിൻസ് ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നാൽ നിങ്ങൾ എന്ത് പറയണം? യു ഷുഡ് സേ താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും സഹായിച്ചാലോ, ഹെൽപ്പ് ചെയ്താലോ, നമുക്ക് ഒരു ദിവസം എഴുതാൻ നോക്കുമ്പം പെൻസിൽ ഇല്ല, നമ്മൾ അടുത്തിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഒരു പെൻസിൽ തരുമോ ചോദിക്കും അല്ലെ? പ്ലീസ് ഗിവ് മീ, കുഡ് യു പ്ലീസ് ഗിവ് മീ എ പെൻസിൽ എന്ന് ചോദിക്കും അല്ലെ? ഒരു പെൻസിൽ തരാമോ ചോദിക്കും. കുഡ് യു പ്ലീസ് ഗിവ് മീ എ പെൻസിൽ. അപ്പൊ അവർ നമുക്കൊരു പെൻസിൽ എന്നാൽ നമ്മൾ എന്ത് പറയാം? അവനോട് എന്ത് പറയും? താങ്ക് യു പറയണം. നമ്മളെ സഹായിച്ചത് നമ്മൾ താങ്ക് യു പറയണം. ഓക്കെ, we say thank you to people for helping us and giving us gift. മിസ്സും എല്ലാം വായിച്ചു തരാം, എന്റെ കൂട്ടത്തിൽ വായിക്കണേ. we say
thank you to people for helping us and giving us gifts. Gift le sammanam. Third one noka, we greet our friends when we meet them. Alle, we greet our friends when we meet them. We say hello. നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് നമ്മൾ ഗ്രീറ്റ് ചെയ്യും അല്ലേ? എങ്ങനെ ഗ്രീറ്റ് ചെയ്യാ? എങ്ങനെ ഗ്രീറ്റ് ചെയ്യാ നമ്മള്? നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ആദ്യം നമ്മൾ എന്ത് പറയും? ഹലോ പറയൂ അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മിണ്ട നമ്മുടെ ഫ്രണ്ട്സിനോട്? ഓക്കെ, നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടു, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് പറയും? ഹലോ പറയും അല്ലേ? ഓക്കെ, നമ്മളിപ്പോ വാട്സപ്പ് കുഞ്ഞുമക്കൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പറയണം ഹലോ പറയണം. ഇനി അങ്ങനെ പറയില്ലേ? ഹലോ ഗുഡ് മോർണിംഗ് പറയില്ലേ? ഇനി രാവിലെ കണ്ടല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ? ബസ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഹലോ ഗുഡ് മോർണിംഗ് പറയും അല്ലേ? അല്ലെ ഹായ് ഗുഡ് മോർണിംഗ് പറയും. തേർഡ് വൺ നോക്കിയാ, വി ഗ്രീറ്റ്. എന്റെ കൂടെ പറയാം, വി ഗ്രീറ്റ്. വി ഗ്രീറ്റ് എല്ലാവരും പറയണം, മിസ്സിനെ ഇവിടുന്ന് കാണാം. വി ഗ്രീറ്റ് our friends when we meet them. We say hello. Hello. Okay, then last one noka, we say goodbye when it is time to leave. അതുപോലെ നമ്മൾ പോവാനാവുമ്പോ നമ്മൾ എന്താ പറയാ? ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്തു, എന്നിട്ട് വീട്ടിലേക്ക് പോകാനാവുമ്പോ നമ്മൾ എന്താ പറയാ? ഗുഡ് ബൈ പറയാറില്ലേ? പറയാറില്ലേ? സ്കൂള് വിട്ട് കഴിയുമ്പോ ബസ്സിൽ കയറാൻ പോകുമ്പം, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ നമ്മൾ എന്ത് പറയും? ബൈ പറയാറില്ലേ? ഗുഡ് ബൈ പറയാറില്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഹാപ്പി ബർത്ത്ഡേ എപ്പോഴാ പറയാ? നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എപ്പോഴാ പറയാ? അവരുടെ ബർത്ത്ഡേക്കാണല്ലേ. അതുപോലെ താങ്ക് യു എപ്പോഴാ പറയാ? ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു പറയണം. ഓക്കെ, തേർഡ് വൺ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് പറയണം? നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യണം അല്ലേ? എങ്ങനെ ഗ്രീറ്റ് ചെയ്യാ? ഹലോ പറയണം ആദ്യം, ഹലോ പറയണം. then last one, we say goodbye when it is time to leave. അതുപോലെ തന്നെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ പോകാനാവുന്ന സമയത്ത് ഫ്രണ്ട്സിനോട് എന്ത് പറയണം? ഗുഡ് ബൈ പറയണം. ആദിത്യൻ ഇപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞ എന്നെ പറഞ്ഞു വിടുകയാണ്. ആദിത്യൻ മിസ്സിനെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പഠിച്ചു, താങ്ക് യു പഠിച്ചു, ഹലോ പഠിച്ചു, ഗുഡ് ബൈ പഠിച്ചു അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് മിസ്സിൽ കുഞ്ഞു ഹോംവർക്ക് തരട്ടെ? ഓക്കെ, ഈ ഹാപ്പി ബർത്ത്ഡേ അണ്ടർലൈൻ ചെയ്യും. ഇപ്പൊ നിങ്ങള് ഇപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്തേ ടെക്സ്റ്റ് ബുക്കില്. ഹാപ്പി ബർത്ത്ഡേ അണ്ടർലൈൻ ചെയ്യാ. നെക്സ്റ്റ് വണ്ണിൽ താങ്ക് യു അണ്ടർലൈൻ ചെയ്യാ. തേർഡ് വണ്ണില് ഹലോ അണ്ടർലൈൻ ചെയ്യാ. ലാസ്റ്റ് വൺ ഗുഡ് ബൈ അണ്ടർലൈൻ ചെയ്യാ. 4 എണ്ണം അല്ലേ ഉള്ളൂ, 4 വേർഡ്സ് അല്ലേ ഉള്ളൂ. അതിന്റെ സ്പെല്ലിംഗ് മക്കള് പഠിച്ചിട്ട് വരാം. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ട് വരാം. അതുപോലെ തന്നെ കമാൻഡ്സ്, മിസ് എക്സാമ്പിൾ ചോദിക്കുന്ന സമയത്ത് കമാൻഡ്സ് പറയാൻ വേണ്ടി എന്റെ മക്കള് പഠിച്ചിട്ട് വരാം. ഓക്കെ, ആർ യു റെഡി?
എന്റെ മക്കള് നല്ല മക്കളാണ് അല്ലേ? പഠിച്ചിട്ട് വരില്ലേ എല്ലാവരും? അല്ലേ? എന്നാ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ ബാക്കി? Okay, bye. Bye. See you in the next class. Okay, bye. പഠിച്ചിട്ട് വരണേ, സ്പെല്ലിംഗ് പഠിച്ചിട്ട് വരണേ, എഴുതി പഠിക്കാം റഫ് ബുക്കില്. കേട്ടല്ലോ? റഫ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്കില് എഴുതി പഠിച്ചാലും കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു, ഹലോ, ഗുഡ് ബൈ. ഈ 4 വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ട് വരിക. മിസ് ചോദിക്കും എല്ലാരോടും. ഓക്കെ, ബൈ.